ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ താനൂര് ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. തൂവൽ സ്പർശം ബീച്ച് ഫെസ്റ്റ് എന്നാണ് ഫെസ്റ്റിൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടിക്കറ്റിന് റേറ്റ് വന്നിട്ടുള്ളത് വെറും 50 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. 50 രൂപയ്ക്ക് വെർത്താണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അത് വെർത്ത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, നല്ല റേറ്റ് കുറവുണ്ട്. കാണാൻ കുറേ ഉണ്ട് നമുക്ക് കാണാൻ. ഗുണ കേവ് എന്നാണ് ഫസ്റ്റിലെ പറഞ്ഞത്. ഇതാണ് ഗുണ കേവ്. ഇവിടെ നമുക്ക് സെൽഫി പോയിന്റ്, സെൽഫി എടുക്കാനൊക്കെ പറ്റും. അത്രയൊക്കെ ഉള്ളൂ. സെൽഫി എടുക്കാൻ വേണ്ടി തന്നെ കുറേ പോയിന്റുകളുണ്ട് ഇവിടെ തന്നെ. ഒരു പോയിന്റ് ഇതാണ്. അപ്പോൾ നമുക്കിങ്ങനെ കുട്ടികളെയൊക്കെ നിർത്തി സെൽഫി എടുക്കാം, അല്ലെങ്കിൽ പിക്ക് എടുക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇത് രണ്ടുമാണ്. ഈ ലവിൻ്റെ വന്നിട്ടുള്ളതും പിന്നെ മറ്റേ ആ ആർച്ചില്ലേ, അതുമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇതുപോലെ കുറേ പക്ഷികളും പ്രാവുകളും തത്തകളും കോഴികളും പല ടൈപ്പിലെ കോഴികൾ, നമ്മൾ കാണാത്ത ടൈപ്പൊക്കെ. ഇതൊക്കെ ഫസ്റ്റ് വന്നേക്കുന്ന പ്രാവിൻ്റെ ഐറ്റംസ് ആണ്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ടൈപ്പ് പക്ഷികളെയും പ്രാവുകളെയും കോഴികളെയൊക്കെ കാണുന്നത്. നാടൻ കോഴികളും ഉണ്ട്, എന്നാൽ ഇങ്ങനത്തെ ടൈപ്പൊക്കെ കോഴികളൊക്കെ, കാപ്പിരി കോഴി ഒക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ കുറേ കിളികളൊക്കെ ഉണ്ട്, തത്തകൾ, പഞ്ചവർണ്ണ തത്തകൾ. ഇത് മയിലിൻ്റെ ചെറിയൊരു കളക്ഷനാണ്. ചെറിയൊരു കളക്ഷൻ എന്ന് പറഞ്ഞാലും കുറേ ടൈപ്പ് മയിലുകളുണ്ടായിരുന്നു. അപ്പോൾ 50 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താലും ഇതൊക്കെ അധികം ഇൻക്ലൂഡഡാണ്. അപ്പോൾ നല്ല റേറ്റ് കുറവുണ്ട്. അപ്പോൾ കാണാൻ തന്നെ കുറേ ടൈപ്പുകളുണ്ട്. അക്വേറിയം വരുന്നുണ്ട്, മീനിൻ്റെയൊക്കെ അക്വേറിയങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഈ വെള്ളമയിലില്ലേ, അത് നല്ല ക്യൂട്ടായിട്ടില്ലേ. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ പിന്നെ കുറേ തത്തകളിൽ തന്നെ മഞ്ഞ, പച്ച, റെഡ് അങ്ങനെ കളർ തത്തകൾ. ഇത് വെള്ള കളറിലാണ്, വൈറ്റ് കളറിൽ വന്നിട്ടുള്ള. അപ്പോൾ കുറേ ടൈപ്പ് പക്ഷികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫെസ്റ്റ് തുടങ്ങിയത് 7-ാം തീയതിയാണ്. ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 7-ാം തീയതിയാണ്. ഇനി 10 ദിവസവും കൂടെ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊക്കെ പോകണം എന്ന് താല്പര്യമുള്ളവരൊക്കെ നേരത്തെ തന്നെ പൊക്കോളി. ഞായറാഴ്ച അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നലെയാണ് ഞങ്ങൾ പോയി വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷിയുടെയൊക്കെ കാഴ്ച ബംഗ്ലാവിൽ കയറിയ ഒരു എഫക്റ്റാണ് ഇതിൽ കയറിയാൽ തന്നെ. പക്ഷികളുടെയും തത്തകളുടെയും കുരുവികളുടെയും പ്രാവുകളുടെയൊക്കെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ടൈപ്പ് തത്തകളൊക്കെ വരുന്നുണ്ട്. ഇതിൽ തന്നെ വൈറ്റ് വരുന്നുണ്ട്, ബ്ലൂ, യെല്ലോ, അങ്ങനെ പല കളറിൽ വരുന്ന ടൈപ്പ് ഉണ്ട്. ആണ് പഞ്ചവർണ്ണ തത്തേനെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിന് നമ്മൾ കയ്യിലെടുക്കുന്നതിന് പൈസയൊക്കെ കൊടുക്കണം. അപ്പോൾ ആരും കയ്യിലൊന്നും അങ്ങനെ എടുക്കണില്ല. പിന്നെ പാമ്പ്, ഇതിനൊക്കെ നമ്മൾ കയ്യിലെടുക്കുന്നതിന് 50 രൂപ റേറ്റാണ് വരുന്നത്. പക്ഷെ അതാരും അങ്ങനെ എടുക്കണമൊന്നുമില്ല. ആ മൂപ്പറകയിൽ ഒരു വൈറ്റ് കളറിലെ പാമ്പുണ്ട്. ഇഗ്വാനകൾ കുറേ ടൈപ്പ് ഉണ്ട്. അത് 4 ടൈപ്പ് ഇഗ്വാനകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ റാബിറ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പിക്ക് നമുക്ക് എടുക്കാം, പക്ഷെ നമ്മൾ കയ്യിലെടുക്കുന്നതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആരും എടുക്കുന്നൊന്നുമില്ല. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 സ്നേക്കാണ് ഇതിൽ തന്നെ വരുന്നത്. ഒന്ന് വൈറ്റ് കളറിലെ ഈ സ്നേക്കും, പിന്നെ 2 കറുപ്പ് കളറിലെ ആ ടൈപ്പുമാണ്, പെരുമ്പാമ്പിൻ്റെ ആ ടൈപ്പ് സ്നേക്കുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഗ്വാനകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇതിൽ തന്നെ പക്ഷികളുണ്ട്, പഞ്ചവർണ്ണ തത്തകൾ, അങ്ങനെ ചെറിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇതിൽ തന്നെ. പക്ഷികളുടെയൊക്കെ ലോകം ഇവിടം കൊണ്ട് തീർന്നു. ഇനി നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കടൽ മത്സ്യങ്ങളാണ് ഇവിടെ കൂടുതൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ മീനിൻ്റെ, ഫിഷിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫിഷിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇതിനകത്ത് ഉള്ളിലുണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ചിലയിടത്തൊക്കെ മാത്രമേ ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ളൂ, ചിലയിടത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഫിഷിനെ നമുക്ക് കണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ ജസ്റ്റ്. പിന്നെ ഈ ഫിഷൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫിഷും, ഫുള്ളും ക്യൂട്ടായിട്ടുള്ള ഫിഷാണ്. സത്യം പറയാമല്ലോ, എനിക്ക് ഇതിൻ്റെ പേരും കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ഫിഷിനെയൊക്കെ കണ്ട് മനസ്സിലാക്കിക്കോളി, പേരൊന്നും നമുക്ക് പറയാനൊന്നും അറിയില്ല. അപ്പോൾ കുറേ ടൈപ്പ് ക്യൂട്ടായിട്ടുള്ള ഫിഷുകളുണ്ട് കേട്ടോ.
ക്രാബിൻ്റെ ചെറിയൊരു കളക്ഷനാണ്. അപ്പോൾ ഇതിൽ തന്നെ കുറേ കളറുകൾ വന്നിട്ടുണ്ട്. റെഡ് വന്നിട്ടുണ്ട്, പിന്നെ ഇത് ബ്രൗൺ കളറ്, അങ്ങനെ കുറേ ടൈപ്പ് കളറുകൾ. ബ്ലൂ ഒക്കെ ഉണ്ട് കേട്ടോ, ബ്ലൂ, വൈറ്റ്, അങ്ങനെ കുറേ കളറുകളുണ്ട് ഇതിൽ തന്നെ. കുട്ടികൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഫെസ്റ്റുകൾ. അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ സന്തോഷം ഒരുപാട് തോന്നിക്കുന്ന ഒരു ഫെസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വെളിയിലോട്ട് ഇനി പുറത്തേക്ക് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ കുറേ ട്രേഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നൊസ്റ്റാൾജിയ ആയിട്ടുള്ള പഴയ മിഠായികളില്ലേ, 90 കിഡ്സിൻ്റെ ഒക്കെ ടൈപ്പ് മോഡൽ മിഠായികളാണ് കൂടുതൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിന് റേറ്റ് വന്നിട്ടുള്ള 20 രൂപ റേറ്റാണ്. പിന്നെ ഇത് കേക്കിൻ്റെയും പിന്നെ ഉപ്പിലിട്ടതിൻ്റെയൊക്കെ ചെറിയൊരു കളക്ഷനാണ്. പിന്നെ ബജ്ജി അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസുകളാണ് കൂടുതൽ ഉള്ളിലേക്ക്. ഐസ്ക്രീം സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ ട്രേഡിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 50 രൂപ റേറ്റാണ്. ഇതിനൊക്കെ വന്നിട്ടുള്ള റേറ്റ് 80 രൂപ റേറ്റാണ്. ഇവിടെ കുടുംബശ്രീൻ്റെ ഫുഡ് ഫെസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വന്നിട്ടുള്ള റേറ്റ് 60 രൂപ റേറ്റാണ്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ, നല്ല തിരക്കുണ്ടായിരുന്നു ഉള്ളിൽ. പിന്നെ ഗെയിമും കാര്യമൊക്കെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തരം ഗെയിമുകൾ നമുക്കാണെങ്കിൽ നമുക്ക് ത്രില്ലിങ് തോന്നുന്ന ടൈപ്പ് ഗെയിമുകളൊക്കെ ഉണ്ട്. ഈ ഗെയിം കളിക്കണതിന് റേറ്റ് വന്നിട്ടുള്ള 50 രൂപ റേറ്റാണ്. ഇത് കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഓനിക്കിങ്ങനെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ജയിച്ചിട്ടുണ്ടായിരുന്നേ. അത് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് റിങ് എറിയണ ടൈപ്പ് ഗെയിമാണ്. അതിന് റേറ്റ് വന്നിട്ടുള്ള 50 രൂപ റേറ്റ്. ഇതിനൊക്കെ 50 രൂപ റേറ്റാണ് വരുന്നത്. കുട്ടികൾക്കൊക്കെ ഹാപ്പി ആവുന്ന രീതിയിൽ ഒരുപാട് ഗെയിമുകളൊക്കെ ഇതിനുള്ളിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കല്ലേ.